പി.കെ. ഫിറോസിന്റെ സഹോദരൻ പിടിയിൽ. പി.കെ. ബുജൈറിനെയാണ് കുന്ദമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ലഹരി ഇടപാട് കേസിലെ പ്രതിയും ചൂലാംവയൽ സ്വദേശിയുമായ റിയാസിന്റെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് ബുജൈറിന്റെ പങ്കിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ ഒരു പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്, അങ്ങനെ മർദ്ദിച്ച ആൾ ആരാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അത് പി.കെ. ഫിറോസിന്റെ സഹോദരനാണ് എന്ന് മനസ്സിലാവുന്നത്. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശനിയാഴ്ച വൈകിട്ടാണ് കുന്നമംഗലം ചൂലാമയിൽ ബസ് സ്റ്റോപ്പിനെ സമീപിച്ച് സംഭവ പരമ്പരകൾക്ക് തുടക്കമാവുന്നത്. യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസിന്റെ അനിയൻ കൂടിയായ പി.കെ. ബുജൈർ ലഹരി ഒരു കണ്ണിയാണ് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇത്തരത്തിലൊരു മൊഴി ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുന്നമംഗലം പോലീസ് ബുജൈറിന്റെ വാഹനം പരിശോധിക്കാൻ തീരുമാനിച്ചത്. ഇരുചക്ര വാഹനത്തിലായിരുന്നു ഇയാൾ യാത്ര ചെയ്തത്. വാഹനം പരിശോധിക്കാൻ പോലീസ് ആരംഭിച്ചതോടെ ഈ ബുജൈർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രകോപിതനാവുകയും സിവിൽ പോലീസ് ഓഫീസറായ അജീഷിന്റെ മുഖത്തടിക്കുകയും നെഞ്ചിൽ പിടിച്ച് തള്ളുകയുമായിരുന്നു. ഇതേ തുടർന്ന് ചെറിയ പരിക്കുകൾ CPOയ്ക്ക് അജീഷിനുണ്ടാവുകയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയും ചെയ്തു. തന്നെ പോലീസുകാരനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഒപ്പം വാഹനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ഈ കഞ്ചാവ് പൊതിയാൻ ഉപയോഗിക്കുന്ന കടലാസ് അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു ചില ഉപകരണങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്ന വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബുജൈർ കസ്റ്റഡിയിലാണ് താനും. നേരത്തെ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ചൂലാമയിൽ സ്വദേശിതനായ റിയാസ് എന്നയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പോലീസ്. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഈ ബുജൈറിന്റെ പങ്കിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വാഹനം പരിശോധിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ ആരായുന്നതിനുമായി പോലീസ് ബുജൈറിന്റെ അടുത്തെത്തിയത്. ഇത്തരത്തിൽ വാഹനം നിർത്തി പരിശോധന നടത്താൻ ഒരുങ്ങിയപ്പോഴാണ് പോലീസിനെ ആക്രമിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ബുജൈറിനെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഷീജ.